കരയുക. എന്താ കൃഷ്ണ, കുഞ്ഞു കരഞ്ഞോണ്ടിരിക്കുന്നല്ലോ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ ചെയ്യണ്ടേ? കരയല്ലേ കൃഷ്ണ. കുഞ്ഞു കരഞ്ഞ പാല് കൊടുക്കണം. 3 മണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം. അമൃതും നീയേ കൺമണിയേ, നിന്നെ നോക്കി പാടുകയോ, താരാട്ടിൻ്റെ ഈണം കേട്ട് നീ ഉറങ്ങ്. ശ്രദ്ധിച്ച്, ഒത്തിരി താഴെ. നെറുകയിൽ വെള്ളം വീഴരുത്. ഓ നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. കൃഷ്ണ, നിന്നോട് മിണ്ടൂല. കൃഷ്ണ, കൃഷ്ണ, മുരുക, മുരുക, അയ്യപ്പ, അയ്യപ്പ. എന്താ, എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? കൃഷ്ണൻ എന്ത് തെറ്റാ ചെയ്തേ? മാർച്ച് 21 നിന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൻ വരുന്നില്ലല്ലോ, അവനോട് മിണ്ടണ്ട. വാ. അതെ, അവനോട് മിണ്ടാൻ പാടില്ല. അത് അവൻ്റെ അടുത്ത് മിണ്ടരുത്. എന്തിനാ കൊച്ചു കരയുന്ന? കുഞ്ഞ് കരയുന്നു. എന്താ ഇത്? അയ്യോ, കുഞ്ഞല്ലേ? ആരേ കുഞ്ഞ്? എന്റെ ബാനുല്ലേ കുഞ്ഞ. കൊച്ചിന്റെ പേരെന്താ? പേര് സീത, ഗീത, രാമൻ, കല്യാണം, കാട്, കാട്ടിനകത്ത് കുയിൽ. കൃഷ്ണ, ആ പേരൊന്നും വെക്കണ്ട, പിന്നീട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് വേറെ പേരിടുന്ന നല്ലത്. നില, 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 അച്ഛാ, നോക്ക്, അമ്മ തിന്നുന്നില്ല, പറഞ്ഞു കൊടുക്ക്. സാറേ, എന്നെ വിളിച്ചായിരുന്നു. എന്താ ഇതെല്ലാം? എന്താ സാറേ? ഡെലിവറി ചെയ്ത ചോക്ലേറ്റ് ബോക്സിലെല്ലാം കിലോയ്ക്ക് 50 ഗ്രാം വെച്ച് കുറയുന്നുണ്ട്. കംപ്ലൈന്റ് ഉണ്ട്, അറിയോ? സാറേ, കയറ്റുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം വിൽക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ തലേ തൊട്ട് സത്യം ചെയ്യാം, അങ്ങനെ ഉണ്ടാവില്ല. നീ പോയിക്കോ. എന്നാ ഞാനും വരട്ടെ സാറേ. താൻ അവിടെ നിൽക്കണോ? എന്താടോ ഇത്? താൻ എപ്പോഴും തന്റെ ഭാര്യയെ പിടിച്ചാണല്ലോ സത്യം ഇടുന്നത്. തന്റെ തലേ തൊട്ട് സത്യം ചെയ്യുക. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ വല്ല കംപ്ലൈന്റ് വന്നാ പിന്നീട് ജോലി ഉണ്ടാവില്ല, മനസ്സിലായോ? എടാ, ഇത് എത്ര കിലോ? എടാ, 2 കിലോ ചേട്ടാ. കയറ്റുമ്പോഴോ? കയറ്റി ഇപ്പൊ 2 കിലോ ഉണ്ട്. ഇറക്കുമ്പോഴോ? കയറ്റിയാലും ഇറക്കിയാലും 2 കിലോ തന്നെ. അത് എങ്ങനെ കുറയാനാ? പിന്നെ എങ്ങനെയാ കൊടുക്കുന്ന കടയിലല്ല ഓരോ കവറിലും 50 ഗ്രാം വെച്ച് കുറയുന്നത്? ഊട്ടിയിലെ ചൂടിന് ഉരുകാതിരിക്കുകയോ? വേഗം കയറി കേട്ടോ. മുരുക, മുന്നേ വന്നിരിക്കടാ. നീ അല്ലടാ ചോക്ലേറ്റ് കട്ടെടുത്ത് തിന്നുന്നേ? എന്താ ചേട്ടാ? എന്താന്ന് ചേട്ടാ, ഊട്ടിയിലെ വേലി ചോക്ലേറ്റ് ഉരുകും അല്ലടാ. ഇതെങ്ങാനും മുതലാളിയുടെ ശ്രദ്ധയപ്പെട്ടാൽ. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞില്ലേ? ഇത്തിരി ചോക്ലേറ്റിന് വേണ്ടി എന്നെയാണോ സംശയിക്കുന്നത്? എന്താടാ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞേ? മൂർത്തി ചേട്ടാ, ചോക്ലേറ്റ് പാക്ക് ചെയ്യല്ലോ. പാക്ക് ചെയ്യും. ഞാനാണല്ലോ ലോഡ് കയറ്റുന്നത്. അതെ, ചേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഫാക്ടറി വിട്ട് പുറത്തേക്ക് വരുമല്ലോ, അത് മതിയല്ലോ. അത് കഴിഞ്ഞെന്താടാ? അയ്യോ ചേട്ടാ, കുട്ടി കരയല്ലോ.
എന്ത് പറ്റി ചേട്ടാ? ചേട്ടാ നിക്കു ചേട്ടാ, വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടാ പോന്നേ? ചോക്ലേറ്റ് പാക്ക് ചെയ്യുമല്ലോ, ചെയ്യും. വണ്ടി കയറ്റുമല്ലോ, ആ. ഞാൻ വണ്ടി ഓടിക്കുമല്ലോ, ആ വണ്ടി പുറത്തേക്ക് വരുമല്ലോ. അതെ ചേട്ടാ. ബാക്കി പറ. കുട്ടി കരയും ചേട്ടാ. ഞാനതെന്താണെന്ന് നോക്കിയിട്ട് വരാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താടാ വണ്ടി ഫാക്ടറി വിട്ട് പുറത്തേക്ക് പോകുമ്പോ കുഞ്ഞു കരയുമെന്ന് നീ പറഞ്ഞില്ലേ, എന്നിട്ട് എന്താ കരയാത്ത? അത് നിങ്ങൾ തിരിച്ചു വന്നില്ലേ, ഇനി അത് കരയില്ല. ഇപ്പൊ കരയുന്ന നീ കണ്ടു. ചേട്ടാ വേണ്ട ചേട്ടാ. ചുമ്മാ ഇരിയെടാ. ഇതെന്താടാ ചിരിക്കുന്നേ? ಏಯ್ ಓನರ್ ಕಣ್ಣು ಎತ್ತುಂದನೆ ಇಲ್ಲಿ ಏಣಿ ಮಾಡಿದ್ದಿ എന്താ ಅತ್ತಿ ಕಡಿವಿ എന്താടാ അവൻ പറഞ്ഞു? അത് എങ്ങനെ പറയും? കേട്ടാ ചേട്ടന് വിഷമം ഉണ്ടാവും. ഇവൻ എന്താ പറഞ്ഞെന്ന് എനിക്കൊന്ന് അറിയണം. ഡാ അവിടെ നിന്ന് ഞങ്ങടഞ്ഞും കൂടി ഞങ്ങടഞ്ഞും കൂട്ട ನೀ ಏನ್ ಮಾತಾಡ್ಯಾರೆ മനസ്സിലായില്ലല്ലോ. ആ. ദേഷ്യം വന്നില്ലേ? അതുപോലെ തന്നെ എനിക്കും. മാണിക്ക സാറേ മൂർത്തി മുരുകനും എവിടെ? കണ്ടില്ലല്ലോ സാർ. ಇನ್ನೆಲ್ಲ ತತ್ತೆ ಏನಪ್ಪ ಅದು ಹಿಂಗೆ ನಿನ್ನಿಷ್ಟ ഡോ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. അറിയില്ലല്ലോ സാർ. മുരുക, സാറേ ഞാൻ ഇവിടെ ഉണ്ട് സാറേ. ഇങ്ങനെ വണ്ടി വഴിയിൽ എടുത്തു പോയാ പിന്നെ എങ്ങനെ ചോക്ലേറ്റ് കുറയാതിരിക്കുന്നേ? കൃഷ്ണ, മൂർത്തി മുരുകനും ഇവിടേക്ക് വന്നോ? ഇല്ല, വന്നില്ല. ആ, വരുമ്പോ നീ എന്നോട് പറയണം കേട്ടോ. ഇതെന്തോ അടുപ്പാണോ? 1 2 3 4 5 85 86 മൂർത്തി ചേട്ടാ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ? വാ, വിക്ടർ സാറ് വിളിക്കുന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഇരി, ഇവിടെ ഇരി. മൂർത്തി ചേട്ടൻ എവിടെ അറിയാമോ? കൃഷ്ണ, മൂർത്തി ചേട്ടനെ മോനെ ഇങ്ങോട്ട് നോക്കിയേ. നീ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കണ്ടു. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കിയേ. നിന്നോട് വിക്ടർ സാർ എന്നെ ചോദിച്ചാ സാറിനോട് മൂർത്തി ചേട്ടനെ കണ്ടിട്ടേ ഇല്ല പറയണേ. കള്ളം പറയരുത്, തെറ്റാ. നല്ലവനായി എനിക്ക് വേണ്ടി കള്ളം പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല കൃഷ്ണ. കള്ളം പറയരുത്. എടാ, പറയുന്നത് തന്നെ തന്നെ പിന്നെയും പറയാതെ ഞാൻ പറയാൻ നീ ഒന്ന് കേക്ക്. ഓ, കള്ളം പറയരുത്, തെറ്റാണ്. അവിടെ ഇരി, അവിടെ ഇരി. കുഞ്ഞ് നിക്കടാ അവിടെ. എന്താ കരച്ചിൽ നിന്നത് കേട്ടില്ലേ? കരയണ്ട, കരയണ്ട. നിനക്ക് വട്ടാടാ. ഞാനതെന്തോ വലിയ കാര്യമായിട്ടാ വിചാരിച്ച്. അവസാനം നോക്കുമോ നമ്മുടെ കൃഷ്ണൻ, അവന്റെ തലയ്ക്കാണ് സ്ഥിരതയില്ല. നീ അവനെ സംശയിച്ചേക്കുന്നത്. ഞാൻ ആകെ ഒന്ന് പേടിച്ചു പോയായിരുന്നു. ഇന്ന് ശരിയാക്കി തരാമടാ. ചോക്ലേറ്റ് നീ കട്ടെടുക്കുമല്ലേ? എന്തിനാടാ ചിരിക്കുന്നേ? നിങ്ങളൊരു പാവ കേട്ടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എല്ലാം വിട്ടേ കേട്ടാ. ഡാ പറയടാ. ആ മൂർത്തി ചേട്ടാ, ആ, ഒരു വലിയ സംഭവം നടക്കുമ്പോൾ ആ. ഇടപെടുന്ന രണ്ടുപേരില് ആർക്കെങ്കിലും ഒരാൾക്ക് വിവരമുണ്ടായാ പോരെ? അച്ഛൻ 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 അച്ഛന് പറ, അച്ഛനെന്ന് പറ. കുട്ടിര കണ്ണാടി ചേട്ടാ അച്ഛനെന്ന് പറ. കേട്ടില്ലേ? നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ രാജി രാജി എന്ന് വിളിക്കുന്നേ. അച്ഛനെന്നാ പറഞ്ഞത്. ഡാ, മതിയെടാ. അച്ഛാന്നല്ലേ വിളിച്ചുള്ളൂ, അല്ലാതെ അമിതാഭ് അച്ഛാന്ന് വിളിച്ചില്ലല്ലോ. ഡോ, തനിക്കൊന്നും വേറെ പണിയില്ലടേ. ഈ കൊടുന്നടുപ്പത്ത് ഈ പൊട്ടം പറയുന്നത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കാൻ. എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്കും. തന്നോടൊക്കെ ഇനി പ്രത്യേകം പറയണം. എഴുന്നേറ്റ് പോകാൻ നോക്കും. കഥ കേൾക്കാൻ മതി കഥ. ശരിയാ പറഞ്ഞത്. മോനെ, കുഞ്ഞ് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അച്ഛാന്ന് വിളിക്കത്തില്ല, അമ്മേന്നേ വിളിക്കുള്ളൂ. അത് അച്ഛനെന്ന് പറഞ്ഞു. ഓടാ കേൾക്ക. രാജി, സമയം ഒരുപാടായി, വീട്ടിലേക്ക് വാ. അല്ല അല്ല, പറഞ്ഞതാ. കൃഷ്ണ പോകാതെ അച്ഛനെന്ന് പറ. അച്ഛന് അച്ഛന്
ಸರ್